CISFന്റെ പുതിയ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. CISF കോൺസ്റ്റബിൾ ഫയർ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന് എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ: ആദ്യത്തേത് റിട്ടൺ എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് റിട്ടൺ എക്സാമിനേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഫിറ്റായ ഒരുവിധം എല്ലാ ആൺകുട്ടികൾക്കും ഈ ഒരു ജോലി നേടാൻ കഴിയുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഓൺലൈനായാണ് അയക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷകൾ ആരംഭിച്ചത് ഓഗസ്റ്റ് 31, 2024 അപേക്ഷ അവസാനിക്കുന്നത് സെപ്റ്റംബർ 30, 2024 സെപ്റ്റംബർ 30 രാത്രി 11 മണി വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന സമയം. ഈ ഒരു പോസ്റ്റിന്റെ പേ സ്കെയിൽ വരുന്നത് 21,700 മുതൽ 69,100 വരെയാണ്. ഈ ഒരു റിക്രൂട്ട്മെന്റിന് മൊത്തം 4 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തേത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതായത് PET. രണ്ടാമത്തേത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതായത് PST. മൂന്നാമത്തേത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഈ മൂന്നും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് റിട്ടൺ എക്സാമിനേഷൻ, അത് റിട്ടൺ എക്സാമിനേഷൻ ആവാം അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ ആവാം. റിട്ടൺ എക്സാമിനേഷന്റെ മാർക്കിന്റെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അവസാന ഘട്ടം എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയാണ് മൊത്തം 4 ഘട്ടം വരുന്നത്. മൊത്തം 1130 വേക്കൻസിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ജനറലിന് 466 വേക്കൻസി, EWS 114 വേക്കൻസി, SCക്ക് 153, ST 161, OBC 236. ഇത് മൊത്തത്തിലാണ് മൊത്തം 1130 വേക്കൻസി വരുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഏജ് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. അതായത് അപേക്ഷകർ 1/10/2001 30/9/2006 അകത്ത് ജനിച്ചവരായിരിക്കണം. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30/9/2024 ബേസിലാണ്. ഇതിൽ തന്നെ OBCക്കാർക്ക് 3 വർഷത്തെയും SC/STക്കാർക്ക് 5 വർഷത്തെയും വയസ്സിളവുണ്ടായിരിക്കും. അതായത് OBCക്കാർക്ക് 26 വയസ്സ് വരെയും SC/STക്കാർക്ക് 28 വയസ്സ് വരെയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇതിന്റെ അപേക്ഷാ ഫീസ് വരുന്നത് 100 രൂപയാണ്. എന്നാൽ SC, ST, എക്സ് സർവീസ് ഇവർക്കൊന്നും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കില്ല. ആൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നത്. അതുപോലെ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 സയൻസ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത് 5 കിലോമീറ്റർ ഓട്ടമാണ്. ഈ 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നത് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 170 സെന്റിമീറ്ററും ചെസ്റ്റ് മിനിമം 80 സെന്റിമീറ്റർ ഉണ്ടാവണം. അതുപോലെ തന്നെ 5 സെന്റിമീറ്റർ ചെസ്റ്റ് വികസിപ്പിക്കുവാനും കഴിയണം. PET, PST, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഈ 3 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് റിട്ടൺ അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷനിലേക്ക് പോവാം. റിട്ടൺ ആണോ ഓൺലൈൻ ആണോ എന്നുള്ളത് ഇതുവരെയും നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് വന്നിട്ടില്ല. സാധാരണഗതിയിൽ CISFന് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് വരുന്നത്. 100 മാർക്കിനാണ് ഇതിന്റെ റിട്ടൺ എക്സാമിനേഷൻ നടത്തുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ച്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ആദ്യം തന്നെ പറഞ്ഞു, ഇതിന് നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് ധൈര്യമായി പോയി റിട്ടൺ എക്സാം അറ്റൻഡ് ചെയ്യാം. റിട്ടൺ എക്സാമിന്റെ പാർട്ട് A വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, പാർട്ട് B ജനറൽ നോളജ് ആൻഡ് അവയർനെസ്, പാർട്ട് C എലമെന്ററി മാത്തമാറ്റിക്സ്, പാർട്ട് D ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. ഇങ്ങനെ ഓരോ പാർട്ടിനും 25 മാർക്ക് വെച്ച് മൊത്തം 100 മാർക്കിനാണ് എക്സാം വരുന്നത്. റിട്ടൺ എക്സാമിനേഷൻ പാസ്സാവുന്നതിന് ജനറൽ, EWC, എക്സ് സർവീസ്മാൻ ഇവർക്കെല്ലാം 35%, SC/ST, OBC വിഭാഗങ്ങൾക്ക് 33% മാർക്കുമാണ് വേണ്ടത്. അതായത് 100-ന് 35 മാർക്കും 100-ന് 33 മാർക്കും. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഇനി നമ്മൾ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.